ഹായ് എവരിവൺ, വെൽക്കം ടു ബിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു 25 സെൻറ്റൻസുകളാട്ടോ. സിമ്പിൾ സെൻറ്റൻസുകൾ. ഇപ്പോൾ ബി ഹാപ്പി നമ്മൾ പറയത്തില്ലയോ, ബി ഹാപ്പി അല്ലെങ്കിൽ ബി ക്വൈറ്റ്, കം ഡൗൺ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, ടേക്ക് കെയർ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുപോലെയുള്ള വളരെ സിമ്പിളായിട്ട് എന്നാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് പറയാം അല്ലേ. ഇപ്പോൾ ഞാൻ നല്ല ടെൻഷനിലാണ് അല്ലെങ്കിൽ ഞാൻ നല്ല ബിസിയാണ് എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ അവിടെ ബിസി എന്നുള്ള വേർഡ്, അതുപോലെ ടെൻഷൻ എന്നുള്ള വേർഡ്, ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാട്ടോ നമ്മൾ പറയുമ്പോൾ. മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയിൽ നമുക്ക് കുറച്ച് ഹിന്ദി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ബി ഹാപ്പി നമ്മൾ പറയത്തില്ലേ, സന്തോഷമായിട്ടിരിക്കേ എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്നത് ഖുഷ് രഹോ എന്നാണ്. ഖുഷ് രഹോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ആരെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം കേട്ടോ, ഖുഷ് രഹോ, ഖുഷ് രഹോ. മനസ്സിലായ? അതുപോലെ തന്നെ ബി ക്വൈറ്റ് എന്നാണെങ്കിൽ നമ്മൾ പറയില്ലേ മിണ്ടാതിരിക്കേ എന്നാണ് പറയണമെങ്കിൽ വളരെ ഈസി അല്ലേ, ചുപ് രഹോ, ചുപ് രഹോ. എല്ലാവർക്കും അറിയാം അല്ലേ, ചുപ് രഹോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ആരെങ്കിലും റേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാം അല്ലേ, കം ഡൗൺ. എങ്ങനെയാ പറയാ? ശാന്ത് ഹോ ജാവോ, ശാന്ത് ഹോ ജാവോ, ശാന്ത് ഹോ ജാവോ എന്നാ പറയാം കേട്ടോ, കം ഡൗൺ. ഓക്കെ, ഇനി അതുപോലെ നമ്മളവരോട് പറയാണ് നീ റെസ്റ്റ് എടുക്ക്, ടേക്ക് റെസ്റ്റ് എന്ന് പറയാനാണെങ്കിൽ കേട്ടോ, ടേക്ക് റെസ്റ്റ് എങ്ങനെയാണ്? ആരാം കരോ. ഈ ഒരു വേർഡാണ് കേട്ടോ, ആരാം കരോ. തും തൊടി ദേർ ആരാം കരോ എന്ന് പറഞ്ഞെന്താ, നീ കുറച്ച് നേരം വിശ്രമിക്കൂ എന്ന് പറയുന്നതാ. തും തൊടി ദേർ ആരാം കരോ. ആരാം കർണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. ഓക്കെ, അതുപോലെ ടേക്ക് കെയർ എന്ന് പറയാനാണെങ്കിൽ ടേക്ക് കെയർ ആ ഒരു വേർഡിനെ പറയുന്നത് അപ്ന ഖയാൽ രഖന എന്നാണ്. അപ്ന ഖയാൽ രഖന. മനസ്സിലായോ? നമ്മൾ പറയില്ലേ ടേക്ക് കെയർ, പോകുമ്പോൾ പറയില്ലേ ടേക്ക് കെയർ, അപ്ന ഖയാൽ രഖന, അപ്ന ഖയാൽ രഖന. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയും അല്ലേ, ഇപ്പം തന്നെ ചെയ്യേ, റൈറ്റ് നൗ എന്ന് പറയാനാണെങ്കിൽ അഭി തുരന്ത്, അഭി തുരന്ത്. ഇപ്പം തന്നെ പോകുക, അഭി തുരന്ത് ജാവോ എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് നൗ എന്നുള്ള വേർഡാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടാന്നാണെങ്കിലോ നോട്ട് നൗ എന്ന് പറയുമല്ലോ നമ്മൾ, നോട്ട് നൗ, അഭി നഹി, അഭി നഹി. ഇപ്പോൾ പോകണ്ട, അഭി നഹി ജാന, ഇപ്പോൾ ചെയ്യണ്ട, അഭി നഹി കർണ. കേട്ടോ, അഭി നഹി ജാന, ഇപ്പോൾ പോകണ്ട എന്ന് പറയുന്നതാ. അപ്പോൾ ഇതാണ് റൈറ്റ് നൗ, അതുപോലെ നോട്ട് നൗ. ഓക്കെ, ഇനി അടുത്തത് ഹറിയപ്പ് എന്ന് പറയാനായിട്ട്, വേഗം എന്ന് നമ്മൾ പറയത്തില്ലേ, ഹറിയപ്പ്, ജൽദി, ജൽദി. ഹറിയപ്പ്, വേഗം എഴുന്നേൽക്കൂ എന്ന് പറയാനാണെങ്കിൽ ജൽദി ഉട്ടോ, ജൽദി ഉട്ടോ, ജൽദി ഉട്ടോ. അതല്ല ഗെറ്റപ്പ് എന്നാണെങ്കിൽ ഉട്ടിജാവോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ മക്കളോടൊക്കെ നമ്മൾ പറയും അല്ലേ, എഴുന്നേൽക്ക്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറയും അല്ലേ, ഉട്ടിജാവോ, ഉട്ടിജാവോ, ജൽദി ഉട്ടിജാവോ, ജൽദി ഉട്ടോ അല്ലെങ്കിൽ ജൽദി ഉട്ടിജാവോ. ഓക്കെ, ഉട്ടിന എന്നാട്ടോ, ഉഡിന എന്ന് പറയരുത്. ഉടിജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറക്കുന്നതിനെയാണ് കേട്ടോ. ഉഡിന പറക്കുക, ഉട്ടിന എഴുന്നേൽക്കുക. ഈ അർത്ഥവ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ വേഗം തയ്യാറാവും എന്ന് പറയാനാണെങ്കിൽ ജൽദി തയ്യാറോ ജാവോ, ജൽദി തയ്യാറോ ജാവോ. ജൽദി തയ്യാറോ ജാവോ, വേഗം റെഡിയാകൂ എന്ന് പറയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, നിനക്കിതെങ്ങനെ അറിയാം, നിനക്കെങ്ങനെ അറിയാം, തുമേ കേസേ പത്താ, തുമേ കേസേ പത്താ, നിനക്ക് എങ്ങനെ അറിയാം. അതല്ല ഈ പറയുന്ന കാര്യം എന്തെങ്കിലും ഒരു തമാശ, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ചോദിക്കത്തില്ലേ ആർ യു ക്രേസി, ആർ യു ക്രേസി എന്ന് ചോദിക്കാനായിട്ട് തും പാഗൽ നോക്കിയാ, നീ പറയുന്നത് എന്താ, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല, ചിലപ്പോൾ അത് നടക്കാത്തൊരു കാര്യമായിരിക്കാം. ആ രീതിയിലേക്കുള്ള സംസാരമാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, തും പാഗൽ നോക്കിയാ, നീ എന്താ ഈ പറയുന്നേ, തും പാഗൽ നോക്കിയാ എന്ന് ചോദിക്കുന്ന. ഇവിടെ പാഗൽ എന്നുള്ള വാക്കിന് ഭ്രാന്തൻ എന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ അതല്ല വരുന്നത്, ആർ യു ക്രേസി എന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ആ സെയിം കാര്യം തന്നെയാണ്, തും പകൽ ഹോക്കിയ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നിനക്ക് ഭ്രാന്താണോ, നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, നീ എന്താ പറയുന്നത്, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കത്തില്ലയോ, അത്രേ ഉള്ളൂ ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയാണ് നീ എന്നൊന്ന് പറയാൻ അനുവദിക്കൂ, നീ എന്നൊന്ന് പറയാൻ അനുവദിക്കൂ, ലെറ്റ് മീ സ്പീക്ക് എന്ന് പറയും അല്ലേ. എങ്ങനെയാണ്? മുജെ ബോൽനേ ദോ, മുജെ ബോൽനേ ദോ, എന്നെ പറയാൻ അനുവദിക്കൂ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യം കേട്ടിട്ട് പറയാണ് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യൂ, ആസ് യു വിഷ് എന്ന് പറയാനായിട്ട് കേട്ടോ. നിൻ്റെ ഇഷ്ടം പോലെ, ജേസി തുമാരി മർജി, ജേസി തുമാരി
മെർജി. ഇപ്പോൾ നമ്മൾ ഒത്തിരി ഒരു 10-15 സെൻറ്റൻസ് പറഞ്ഞു കേട്ടോ. വളരെ സിമ്പിൾ സെൻറ്റൻസുകളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ തന്നെ പറയാൻ ശ്രമിക്കണം. കാരണം നിങ്ങളിപ്പോൾ കാണുന്നത് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ കയറ്റി പറയാൻ ശ്രമിക്കുക കേട്ടോ. ജെസി തുമാരി മർജി, എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ആസ് യു വിഷ്. ജെസി തുമാരി മർജി. ഓക്കെ. എന്നിട്ട് സുഹൃത്ത് പറയാണ്, എടാ ഇത് ഓക്കെയോ? ഇറ്റ്സ് മൈ പ്രോമിസ്. എൻ്റെ പ്രോമിസാണ് എന്ന് പറയത്തില്ലയോ? ഇറ്റ്സ് മൈ പ്രോമിസ് എന്ന് പറയാനായിട്ട് യഹ് മേര വാദാ ഹെ. യഹ് മേര വാദാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? വാദ എന്ന് പറയുന്നതാണ് പ്രോമിസ് കേട്ടോ. യഹ് മേര വാദാ ഹെ, ഇതെൻ്റെ പ്രോമിസാണ്. ഇറ്റ്സ് മൈ പ്രോമിസ് എന്ന് പറയുന്ന. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇത് യൂസ്ലെസ് ആണ് നമ്മൾ പറയില്ലേ, ഇത് ഉപയോഗശൂന്യമായ വസ്തുവാണ് നമ്മൾ പറയത്തില്ലേ, അതിനെ പറയുന്നത് യഹ് ബേക്കാർ. ഇറ്റ്സ് യൂസ്ലെസ് എന്ന് പറയുന്ന യഹ് ബേക്കാർ ഹെ. ഓക്കെ. ഇനി അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയല്ലേ, നീ ഞാൻ പറയണ കേൾക്ക്, ഞാൻ പറയണത് കേൾക്ക്. തും മേരി ബാത്ത് സുനോ, തും മേരി ബാത്ത് സുനോ. അതല്ല, നമ്മളൊരു അഡ്വൈസ് കൊടുക്കാനായിട്ടും ഈ ഒരു സെൻറ്റൻസ് തന്നെയാണ്. നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് നമ്മൾ പറയത്തില്ലയോ? തും മേരി ബാത്ത് സുനോ എന്നാ പറയാം. ഓക്കെ. ലിസൺ ടു മീ എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓർ കുച്ച്. ഇനി എന്തെങ്കിലും, എനിത്തിങ് എൽസ് എന്ന് ചോദിക്കാനായിട്ടോ. ഓർ കുച്ച് എന്നുള്ള വാക്കാണ്. ഓർ കുച്ച്. ഓർ കുച്ച് ചാഹിയേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതാ. ഓർ കുച്ച് ചാഹിയേ. അതല്ലെങ്കിൽ ഓർ കുച്ച് ബോൽനാ ഹേ ക്യാ. ഓർ കുച്ച് ബോൽനാ ഹേ ക്യാ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന. അവിടെ എനിത്തിങ് എൽസ് എന്ന് ചോദിക്കാനായിട്ട് അവിടെ വരുന്ന വേർഡാണ് ഓർ കുച്ച്. ഇവിടെ ഓർ കുച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇനിയും വേണോ? ഓർ കുച്ച് ചാഹിയേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇറ്റ്സ് ഇനഫ് എന്ന് നമ്മൾ പറയും അല്ലേ. ഇറ്റ്സ് ഇനഫ് എന്ന് പറയാനായിട്ട് യഹ് കാഫി ഹെ എന്ന് പറഞ്ഞാൽ മതി. യഹ് കാഫി ഹെ, ഇറ്റ്സ് ഇനഫ് എന്ന് പറയുന്ന. ഇനിയിപ്പോൾ എന്താ, നമ്മൾ സംസാരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന കാര്യമാണല്ലേ. സി യു ടുമോറോ. സി യു ടുമോറോ എങ്ങനെ പറയാം? കൽ മിലേങ്കെ അല്ലെങ്കിൽ കൽ മിൽത്തേ ഹെ. ഓക്കെ. കൽ മിലേങ്കെ, നാളെ കാണാം എന്ന് പറയുന്നതാ. ഇനി അടുത്ത വേർഡ് നമ്മൾ പലയിടത്തും പറയാറുള്ള കാര്യമാണ്. അതിനെന്താ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ, അതുകൊണ്ട് എനിക്കെന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. സോ വാട്ട് എന്ന് ചോദിക്കാനായിട്ട് കേട്ടോ. സോ വാട്ട് എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്നത് തോക്കിയ. തോക്കിയ ഈ ഒരു എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ടോ. തോക്കിയ, അതിനെന്താ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ. വേസാഹിത്തോ മുജയ്ക്കാ, എനിക്കെന്താ, അങ്ങനെയാണെങ്കിൽ എനിക്കെന്താ. വേസാഹിത്തോ, അങ്ങനെയാണെങ്കിൽ. വേസാഹിത്തൊക്കെയാ, അങ്ങനെയാണെങ്കിൽ എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലയോ. അവിടെ സോ വാട്ട് എന്ന് ചോദിക്കാനായിട്ട് തോക്കിയ. വളരെ സിമ്പിളാട്ടോ. തോക്കിയ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് നമ്മൾ പറയത്തില്ലയോ. എനിക്ക് അങ്ങനെ തോന്നുന്നു, മുജെ വേസ ലഗ്താ ഹെ. മുജെ വേസ ലഗ്താ ഹെ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നുന്നു, മുജെ ഏസാ ലഗ്താ ഹെ. ഈ ഒരു സെൻറ്റൻസ് ആട്ടോ പറയാം. മുജെ ഏസാ ലഗ്താ ഹെ. ഒത്തിരി സെൻറ്റൻസുകളുണ്ട്, എന്നാൽ പോലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു 10-25 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു 10 പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നും അറിയാത്തവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്താലും മതിയോ. ഓക്കെ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ, എനിക്ക് തോന്നുന്നു ഒരു 10-23 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരാളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? താങ്കൾക്ക് സുഖമാണോ എന്നാണല്ലേ. അത് ഇനി ചോദിക്കുക, ആപ് കൈസേ ഹോ. ആപ് കൈസേ ഹോ. അവിടെ കൈസേ ഹോ എന്ന് ചോദിക്കാം, ഹേ എന്നും ചോദിക്കാം കേട്ടോ. ആപ് കൈസേ ഹേ അല്ലെങ്കിൽ ആപ് കൈസേ ഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന. അവിടെ നമ്മൾ ആം ഫൈൻ എന്ന് പറയും അല്ലേ. എങ്ങനെയാണ്? മേ ടീക്കു. മേ ടീക്കു. ഞാൻ സുഖമാണ് എന്ന് പറയുന്ന കേട്ടോ. മേ ടീക്കു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായിരുന്നു ആദ്യം പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഡെയിലി മീൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സംസാരത്തിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സെൻറ്റൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുകൂടാതെ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. ഇപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് മുതൽ കിട്ടുമോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഓർഡറായിട്ട് ആ ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. 1 മുതൽ 30 വരെയുള്ള ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ജോയിൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയത്.
പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.